തറവാട്ടിനിന്ന് മംഗളമാണ്. മാരൻ സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. മാരൻ സമദ് സഖാഫിന്ന് കാത്തിരിപ്പാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റിയാക്ടിംഗ് വീഡിയോസ്. ഞാൻ മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഏതോ ഒരു സമദ് സഖാഫിയുടെ മംഗലം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിവാഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിവാഹത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന ഒരു ബുർദയിൽ കുറച്ച് സഖാഫിമാർ, മുസ്ലിയാർ കുട്ടികൾ പോയിട്ട് പാട്ട് പാടുകയാണ്. അപ്പോൾ ബുർദ പാടുന്നതിന് മുൻപാണോ ബുർദയ്ക്ക് ശേഷമാണോ എന്നറിയില്ല, അവരുണ്ടാക്കിയ ഒരു പാട്ട് പാടുന്നുണ്ട്. അതിൽ ഏതൊരു തറവാട്ടിൽ മംഗലമാണേ, സമദ് സഖാഫി കാത്തിരിപ്പാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണുള്ള വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി ഇതിൽ ചില വരികൾ അവർ പാടുന്നുണ്ട്. ആ വരികൾ പാടുമ്പോൾ അത് പാടുന്നത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് വിശദീകരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയ കുട്ടികളൊക്കെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇയർഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും സഖാഫിമാർ പാടട്ടെ. ആ പാട്. റുസ്താന്നാണ് തോന്നുന്നു സമദ് സഖാഫി കെട്ടുന്ന പെണ്ണിൻ്റെ പേര്. ഇവിടെ 4 സഖാഫിമാർ, 4 അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ക്യാമറയിൽ ഉൾക്കൊള്ളാത്ത അത്രയും സഖാഫിമാർ അവിടെ ഇരുന്ന് പാടുന്നുണ്ട്. അതിലവർ പാടുന്നത് റുസ്തമോൾ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നുണ്ട്. നമുക്കത് തിരിയുന്നത് ദുഷ്ടമോൾ എന്നൊക്കെയാണ് തിരിയുന്നത്. ഇത്രയ്ക്ക് വലിയ ദുഷ്ടയാണോ അല്ലേ സമദ് സഖാഫി കെട്ടുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട്. ആ പാടട്ടെ, സഖാഫിമാരുടെ പാട്ട് തുടങ്ങിക്കോളി. അതാണ് കാണാത്ത കാഴ്ച സമദ് കാണിക്കും. ആർക്ക് കാണിക്കും? കല്യാണത്തിന് വരുന്നവർക്കല്ല കാണിക്കുന്നത്. ഈ പാട്ട് പാടുന്ന ഈ മൂലിയർ കുട്ടികൾക്കും അല്ല കാണിക്കുന്നത്, റുസ്തമോൾക്ക് കാണിക്കുന്നുള്ളതാണ്. ഈ കാണാത്ത കാഴ്ച സമദ് കാണിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ നവവധുവിന് ആദ്യ രാത്രി കാണിച്ചു കൊടുക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? റുസ്തമോൾ കാണാത്തതാണിപ്പോൾ സമദ് സഖാഫി കാണിക്കുക എന്നുള്ളതാണ്. ഇത് കുടുംബങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ സമദ് സഖാഫിയുടെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പ കേൾക്കുന്നുണ്ട്, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ കേൾക്കുന്നുണ്ട്, കുടുംബങ്ങൾ കേൾക്കുന്നുണ്ട്, സഹോദരന്മാർ കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് പാടുന്നത്? കല്യാണത്തിൻ്റെ തലേ ദിവസം പാടിക്കൊടുക്കുകയാണ്. റുസ്തമോള് വരുന്നുണ്ട്. ഈ റുസ്തമോള് വന്നു കഴിഞ്ഞാൽ കാണാത്ത കുറേ കാഴ്ചകൾ സമദ് സഖാഫി കാണിച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇതേതെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടേ കാണിച്ചു കൊടുക്കും എന്നാണോ പറയുന്നത്? അതോ ഒരു യാത്ര പോയിട്ട് ഹണിമൂണ് വല്ല അന്റാർട്ടിക്കയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിദേശ രാഷ്ട്രങ്ങളിൽ പോയിട്ട് കാണാത്ത കാഴ്ച കാണിച്ചു കൊടുക്കും എന്നാണോ പറയുന്നത്? അല്ല, ആ കാണാത്ത കാഴ്ച എന്താണെന്നുള്ളത് അവിടെ കൂടിയവർക്കും ഇത് കേൾക്കുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത് പാടുന്നത് ഒരു സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ, വർഷങ്ങൾ ദർസ് ഓതി പഠിക്കുകയും അതിനുശേഷം സഖാഫത്ത് സുന്നിയയിൽ പോയിക്കൊണ്ട് സഖാഫി ബിരുദം എടുക്കുകയും ചെയ്ത സമദ് എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ വിവാഹ വേദിയിൽ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ തലേന്ന് അതേ കോളേജിലും അതുപോലെയുള്ള ദർസുകളിലൊക്കെ ഓതി പഠിക്കുന്ന കുറേ മുസ്ലിയാർ കുട്ടികൾ, മൊയന്തുകൾ പോയിട്ട് പറയാണ്, റുസ്തമോൾ 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 അണക്ക് നാളെ ആദ്യ രാത്രിയിൽ സമദ് കുറച്ച് കാണാത്ത കാഴ്ചകൾ കാണിച്ചു തരും എന്ന് മാത്രമല്ല, ബാക്കി കേട്ടു നോക്കൂ. കാണാത്ത കാഴ്ച സമദ് കാണിക്കും, കേൾക്കാത്ത കിസ്സ കേട്ട് രസിക്കും എന്നാണ് പറഞ്ഞത്. കിസ്സ ചിലപ്പോൾ യൂസുഫ് നബിയുടെ കിസ്സ, അതുപോലെ തന്നെ ബദർ കിസ്സ, അതുപോലെ ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും കിസ്സയൊക്കെയാവും ചിലപ്പോൾ കേൾപ്പിക്കാനുണ്ടാകുക. കാണാത്ത കാഴ്ച, അത് ഏത് കാഴ്ചയുടെ മൂല്യക്കന്മാരെ? നിങ്ങൾ ഒരു വേദിയിലിരുന്നിട്ട് ഈ ഡബിൾ മീനിങ് ഉള്ള പാട്ടും പാടിയിട്ട് നിങ്ങൾ എന്ത് മൂല്യക്കന്മാരാടോ? നിങ്ങളാണോ ഈ കുട്ടികളെയും ഒക്കെ പഠിപ്പിച്ചിട്ട് ഈ സമൂഹത്തെ ഉത്ബോധനം ചെയ്ത് സന്മാർഗത്തിലേക്ക് നയിക്കാൻ പോകുന്നത്? ഇതുപോലെയുള്ള മൊയന്ത് പാട്ടുകളും പാടിയിട്ട്. ഇനി ആർക്കെങ്കിലും ആ പാട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കും. ഇത് ഇന്നലെ വൈറലായ പാട്ടാണ്, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ ചെയ്യുമ്പോൾ അതതിൻ്റെ വിശദീകരണത്തോടെ തന്നെ ചെയ്യും. ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം.
അപ്പോൾ ഏതോ ഒരു തറവാട്ടിൽ മംഗലം നടക്കുകയാണ്, മാരൻ സമത് കാത്തിരിപ്പാണ്. ഇതിലൊന്നും അതിശയോക്തിയില്ല. കല്യാണത്തിന് മുൻപ് വരന്മാരൊക്കെ കാത്തിരിക്കുകയാണ്, വധുമാരും കാത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് വിവാഹം. അന്നത്തെ രാത്രിയും പ്രധാനപ്പെട്ട രാത്രി തന്നെ. അതിങ്ങനെ കൊട്ടും പാട്ടും ഇട്ടിട്ട് കൊട്ടിപ്പാടണ മൂലിയാക്കന്മാരെ എന്നാണ് ഇവിടെ ചോദിക്കാനുള്ളത്. കാണാത്ത കാഴ്ച സമത് കാണിക്കും. ആ കാണിക്ക മാത്രമല്ല, അത് അതിൻ്റെ പ്രകൃതി നിയമമാണ്. കാണാത്ത കാഴ്ചകൾ കാണിക്കുകയും ആ കാഴ്ചകൾക്കൊപ്പം ചിലതൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം, ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതിനിടക്ക് ഈ സമദ് സക്കാഫി കെട്ടാൻ പോണ പെണ്ണ് റുസ്തമോൾ എന്ന് പറയുന്നത് ദുഷ്ടമോൾ എന്നാണ് എനിക്ക് തിരിഞ്ഞിരുന്നത് ആദ്യമൊക്കെ. പിന്നെയാണ് മനസ്സിലായത് റുസ്തമോൾ ആണെന്നുള്ളത്. ഇനി വേറെന്തെങ്കിലും പേരാണെന്നാവേ. ഈ പെണ്ണിൻ്റെ പേരൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിന് കാണാത്ത കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചെറുക്കന്മാരൊക്കെ കെട്ടും, ഇനി കെട്ടിയാലും ഉണ്ടാകുകയില്ലേ. ഇത് കേൾക്കുന്ന ആളുകളിൽ, വിവാഹിതരായ ആളുകൾ, അവർ പിറ്റേ ദിവസം എന്താണ് കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അത് ഒരു വേദിയിലിരുന്നിട്ട്, ഒരു വിവാഹ പന്തലിലിരുന്നു കൊണ്ട് നാണോ മാനോ ഉളുപ്പില്ലാതെ ഇങ്ങനെ പാടാൻ മനുഷ്യർക്ക് കഴിയില്ല. പിന്നെ പണ്ഡിതനായി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തേങ്ങാക്കൊലയും എടുത്ത് തലയിലേറ്റി നടക്കാൻ, പാടാൻ, പറയാം എന്നാണെങ്കിൽ അത് ഇവരുടെ ചാബല്യം തന്നെയാണ്. ഹൃദയത്തിന് ചാബല്യം പിടിച്ച 10 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം ഈ കിതാബ് ഓതിയിട്ട് ഇവർക്കൊക്കെ ഇതുപോലെയുള്ള ചില ഗുണങ്ങളാണ് കിട്ടിയതെങ്കിൽ ഇവരുടെ അടുത്തേക്കാണല്ലോ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നത് ഇല്ലേ. ഇതുപോലെ ഈ ആളുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ഇതിലെന്താണ് ഇപ്പോൾ ഇത്ര വലിയ തെറ്റ് എന്ന് പല ആളുകൾക്കും തോന്നിയേക്കാം. ഇത് ആരെ രസിപ്പിക്കാനാണെങ്കിലും ഇത്തരത്തിൽ അദബില്ലാത്ത, ഇത്തരത്തിൽ മാന്യതയില്ലാത്ത പാട്ടുകൾ പാടുന്നത്, കിതാബോധി പഠിച്ച് സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാണ് എന്ന അഹങ്കാരം നടിക്കുന്ന, അഹന്ത നടിക്കുന്ന ചില ആളുകളാണ്. എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അത് സോഷ്യൽ മീഡിയയിലേക്ക് ചാമ്പുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിങ്ങളത് ചാമ്പിക്കഴിഞ്ഞാൽ ഞാനെടുത്ത് റിയാക്ട് ചെയ്യും. ഇനി മറ്റാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തില്ലേ ഞാൻ ചെയ്യും. എന്നിട്ട് പല ആളുകളും നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ സഹോദരന്മാരെ ഇങ്ങനെ നാണം കെടുത്തണോ, നാണം കെട്ട പരിപാടി പോലും നിർത്തണം. നാണം കെട്ട പരിപാടി കാട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി നാണം കെടുത്തും. നിങ്ങൾ നാണം കെട്ട പരിപാടി എവിടെയെങ്കിലും ഇരുന്നിട്ട് പാടിക്കോളിയും, സോഷ്യൽ മീഡിയയിലേക്ക് ഇടരുത്. ഇത് നിങ്ങളെ തറവാട്ട് വക സംഭവമല്ല. സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അത് എടുക്കുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യും. അതിന് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊട്ടട്ടെ, പൊട്ടി ഒലിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഇനി കാണാത്ത കാഴ്ചകളുടെ പാട്ടുമായിട്ട് സഖാഫിമാരെ നിങ്ങൾ ഇറങ്ങിയും നിങ്ങളുടെ പിന്നാലെ നമ്മളുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.